ഈ ചരം സിനിമ കാണാൻ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട്. ഞാൻ കുറേ കമേഴ്ഷ്യൽ സിനിമകൾ തമിഴ്, തെലുഗു എല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു റൈറ്ററുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ അടുത്തോ ഒരു നല്ല കഥ കേൾക്കുമ്പോൾ ഹായ് എനിക്കിതിൻ്റെ ഭാഗമാകാൻ പറ്റുമോ എന്ന് ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കും. അങ്ങനെ രജിത്തേട്ടൻ കഥയെ ആദ്യം ചിന്നുവിനാണ് അയക്കുന്നത്. അപ്പം ചിന്നുവിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ഈ കഥ കേൾക്കുന്നത്. അപ്പം ഇവരുടെ ഡിസ്കഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചിന്നുവിനോട് ചോദിച്ചു, ആ പ്രകാശനായിട്ട് ഞാൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എത്ര സിനിമകൾ ചെയ്താലും ഒരു ഈ ടീമിനെ പറ്റി പറയാം. ടീം എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു ഫാമിലി എന്ന് പറയാം. നമ്മളെല്ലാം ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഷൂട്ടിൻ്റെ സമയത്ത് എല്ലാം ഒരുമിച്ചായിരുന്നു. സോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരും എല്ലാം ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആൻഡ് ഇതൊരു ഫാമിലി. ഇവർ പ്യോർലി ദേ വോണ്ട് ടു മേക്ക് ഫിലിംസ്. ഈ ഒരു കലയ്ക്ക് വേണ്ടി ഇവർ നല്ല സിനിമകൾ, നല്ല കഥകൾ പറയണമെന്ന് മാത്രം വിചാരിക്കുന്ന ഒരു ടീമാണ്. സോ രജിത്തേട്ടന് ഒരു ബിഗ് കൺഗ്രാറ്റ്സ്. ആൻഡ് രജിത്തേട്ടൻ്റെ വേറൊരു സാധനം ഞാൻ കാണുന്നത്, രജിത്തേട്ടന് ചുറ്റും നിൽക്കുന്ന ഈ ആൾക്കാർ, അത് രജിത്തേട്ടൻ്റെ പില്ലേഴ്സാണ്. അതുപോലെ തിരിച്ച് അവർക്കും രജിത്തേട്ടന് അത്രയും ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചരം കഥ ചിന്നുവിനയച്ച് ഞാൻ കേട്ടിട്ട് അതെനിക്ക് ഇഷ്ടമായി, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതുപോലെ ഇതുപോലെ വേറെയും കഥകൾ വരട്ടെ. അപ്പം ബിക്കോസ് രജിത്തേട്ടൻ ആസ് ഹെന ചേച്ചി സെഡ്, ഹീസ് എ പെർഫെക്ഷനിസ്റ്റ്. അപ്പം പുള്ളിക്കാരൻ എല്ലാം ചെയ്യും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ സാധനങ്ങളും നമ്മളവിടെ പോയി ഒന്ന് അത് എക്സിക്യൂട്ട് മാത്രം ചെയ്താൽ മതി. സോ അത്രയും ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. സോ അങ്ങനെ ചെയ്യുമ്പം ഭയങ്കര എളുപ്പമായി. ഇറ്റ് ഈസ് വെരി വെരി ഈസി. എനിക്ക് ഈ ഒരു പ്രോസസ്സ് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു.